ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് SIT ഓഫീസിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. വളരെ നാടകീയമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ അറസ്റ്റിലേക്ക് SIT കടക്കുകയായിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഏതോ യാത്രയിലായിരുന്നു. അതിനിടയിൽ SIT ഓഫീസിലെത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടു, വിശദീകരണം കേട്ടു. പിന്നീട് തെളിവുകൾ നിരത്തിയുള്ള SITയുടെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റിലേക്ക് കടന്നത് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം കൊല്ലം ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹത്തെ ഹാജരാക്കുന്നുണ്ട്. കൊല്ലത്ത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിലേക്കാണോ അതോ റിമാൻഡിലേക്കാണോ എന്നതടക്കം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് തന്ത്രിക്ക് മേൽ ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ, ഏതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വളരെ ക്രൂഷ്യലായ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ റിമാൻഡ് റിപ്പോർട്ടിൽ SIT തന്നെ വ്യക്തമാക്കുമെന്ന് നമുക്ക് കരുതാം. വളരെ നിർണായക അറസ്റ്റ്, ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ്. അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ആ സമയത്താണ് ഈ അറസ്റ്റ് ഉണ്ടായത്. ഈ അറസ്റ്റ് അത് അന്വേഷണത്തിന് ശേഷം അതിൽ പ്രതികരിക്കാമെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും മന്ത്രി നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. അപ്രതികരണത്തിലേക്ക് അവരുടെ അന്വേഷണം നടക്കട്ടെ. നമ്മൾ അതിനകത്ത് എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ട് നടക്കുന്ന കാര്യമാണ്. അതിനിടയ്ക്ക് ഓരോ ദിവസം നടക്കുമ്പോൾ അതിലെല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയല്ലോ. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. അതാണ് മന്ത്രി പറഞ്ഞതുപോലെ ഇതുവരെ ഈ അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജാമ്യം പരിഗണിച്ച മറ്റൊരു ബെഞ്ച് ചില ചോദ്യങ്ങൾ കോടതിയോട് അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു. അത് ചിലരുടെ അറസ്റ്റിൽ ചിലരുടെ പ്രതിചേർക്കലിലൊക്കെ വൈകുന്ന സാഹചര്യത്തിലായിരുന്നു ആ ചോദ്യം ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ഈ ബെഞ്ച്, ദേവസ്വം ബെഞ്ചാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണത്തിൽ ഇതുവരെ തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ DGP മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് SIT സ്വതന്ത്രമായി അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അതനുസരിച്ച് നടപടി ഉണ്ടാകും. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം SIT നോക്കുന്നതാണ്. SIT is being monitored. Investigation is being monitored by the High Court. SIT is looking into the matter. Whatever evidence that comes, they will go ahead like that. No, definitely the SIT യാതൊരു restriction അങ്ങനെ ഒന്നുമില്ല. SIT is functioning under the supervision of the Honorable High Court of Kerala. Actually, he came from outside and he was arrested here because there is LOC against him. Definitely, there is no pressure at all from any corner at all. SIT is functioning totally free with the full freedom there, and it is functioning under the supervision of the Honorable High Court of Kerala, and hence there is no pressure at all. Whatever evidence they collect, and that only can lead to particular. ഇപ്പോഴും SITയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ തന്ത്രിയുണ്ട്. ചോദ്യം ചെയ്യൽ ഒരു ഘട്ടത്തിൽ, അതായത് പ്രാഥമിക ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ വിജിലൻസ് കോടതിയിൽ ഇന്ന് തന്നെ തന്ത്രിയെ ഹാജരാക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, എപ്പോഴായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോവുക? അതിനു മുമ്പ് പൂർത്തിയാക്കേണ്ട പ്രാഥമിക ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടുണ്ട്. ഇനി വൈദ്യപരിശോധന ഉൾപ്പെടെ അതിന് സാധാരണഗതിയിൽ ഒരു പ്രതിയെ ഹാജരാക്കുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ, അതാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അന്വേഷണ സംഘം പുലർത്തിയിരുന്ന ഒരുതരം സൂക്ഷ്മത നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഒരു കോടതിയിലേക്ക് കൊടുക്കുമ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടിലടക്കം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് നിർണായകമായി മാറും. മാത്രമല്ല, തന്ത്രി എങ്ങനെയാണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് മറ്റാരെങ്കിലുമായി ഈ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ബന്ധമുണ്ടോ, അതാണെങ്കിൽ അത് എങ്ങനെയാണ്, അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ, ആ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധത്തിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് സഹായകമായി അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരാമർശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് അടുത്ത തവണ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകും. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ അവിടെ പരിചയപ്പെടാൻ നൽകി കൊടുത്ത സഹായങ്ങൾ, ചെയ്തു കൊടുത്ത സഹായങ്ങൾ, അതേപോലെ തന്നെ ഈ ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്ത്രി നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് സംശയമായി ഉള്ളത്. അതിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നതും ചോദ്യം ചെയ്യലിൽ വ്യക്തത തേടിയതും. ഇന്ന് രാവിലെ മുതലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പ്രാഥമിക വിവരശേഖരണം മാത്രമായിരുന്നു നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് അതിൽ അന്ന് ആ ഘട്ടത്തിൽ ചോദിച്ചിരുന്നത് എങ്ങനെയാണ്
ഇതിന്റെ അതായത് ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി വേണമെന്നുള്ള കാര്യം ഉറപ്പിച്ചത്. അതിനുശേഷം എന്താണ് പ്രൊസീജിയർ, അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതിൽ തന്ത്രിയുടെ ഇടപെടൽ എങ്ങനെയാണ്, തന്ത്രി എങ്ങനെയാണ് അനുമതി കൊടുത്തതെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. എന്നാൽ 1999 UB ഗ്രൂപ്പ് സ്വർണം പൂശിയത് മുതൽ അല്ലെങ്കിൽ അവർ സ്വർണം ചെയ്തത് മുതൽ ഇങ്ങോട്ടേക്കുള്ള രേഖകൾ, അതിന്റെ വിവരങ്ങൾ, അതിൽ തന്ത്രിക്കുള്ള ഇടപെടലുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് അതിൽ കൃത്യമായ രേഖകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള SITയുടെ ആശങ്കയുണ്ട്. അതിലടക്കം തന്ത്രിക്ക് പറയാനുള്ളത് എന്നുള്ളത് നിർണായകമാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയതിനപ്പുറത്തേക്ക് ഗോവർദ്ധൻ, അതേപോലെ തന്നെ ബെല്ലാരിയിലെ റൊദ്ധം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, അതേപോലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവർക്ക് ഈ തന്ത്രിയുമായിട്ടുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തന്ത്രിയുടെ ചെന്നൈ യാത്രകളടക്കമുള്ള കാര്യങ്ങളിൽ ഇതിനോടകം തന്നെ ചില വിവരശേഖരണങ്ങൾ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും, വ്യക്തതകളുണ്ടാകും. എന്തായാലും തന്ത്രി ഇപ്പോഴും അറസ്റ്റ് നടപടി അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം SIT ഓഫീസിൽ തുടരുകയാണ്. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാകും കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് തന്ത്രിയെ കൊണ്ടുപോവുക. ആ നടപടിക്രമങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി വൈകിട്ട് തന്നെ ഒരു പക്ഷേ മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരിക്കാം ഹാജരാക്കാൻ സാധ്യത. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തെത്താനുള്ള സമയം കൂടി കണക്കിലെടുക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരിക്കും തന്ത്രിയെ ഹാജരാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.